ലോകചിത്രം മാറ്റിവരയ്ക്കാനുള്ള ശ്രമത്തിലാണ് ഡൊണാൾഡ് ജെ ട്രംപ് എന്ന 78-കാരൻ. യുഎസിന്റെ 47ാം പ്രസിഡന്റായി അധികാരമേറ്റ ശേഷം ഡൊണാൾഡ് ട്രംപ് എടുത്ത തീരുമാനങ്ങളെല്ലാം ലോകം ഭരിക്കുന്നത് യുഎസ് ആണെന്നതിനോടൊപ്പം ആഭ്യന്തര രാഷ്ട്രീയത്തിലും ലോകരാഷ്ട്രീയത്തിലും ട്രംപിന്റെ മേധാവിത്വം വെളിപ്പെടുത്തുന്നതാണ്. തന്റെ ലക്ഷ്യത്തിനു മുന്നിൽ ലോകക്രമവും ലോകസമാധാനവും ഒന്നും ട്രംപിന് പ്രശ്നങ്ങളല്ല. സാമ്പത്തികവും സൈനികവുമായ ശക്തി ഉപയോഗിച്ച് വേണ്ടത് നേടിയെടുത്ത് അമേരിക്കയെ വീണ്ടും മഹത്തരവും ഏറ്റവും സമ്പന്നമാക്കുകയുമാണ് ട്രംപിന്റെ ലക്ഷ്യം. ഈ നയം എല്ലാ രാജ്യങ്ങളിലും പല രീതിയിലാണ് ബാധിക്കുക. തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് എന്തൊക്കെ പറഞ്ഞു അതെല്ലാം ഒന്നൊന്നായി നടപ്പിലാക്കാൻ ഉറച്ചു തന്നെയെന്നാണ് അധികാരമേറ്റ് ഒരാഴ്ച കൊണ്ട് ട്രംപ് തെളിയിക്കുന്നത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ കുടിയൊഴിപ്പിക്കലിന്റെ ഭാഗമായി അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തി ട്രംപ് രാജ്യത്ത് ശുദ്ധീകരണം ആരംഭിച്ചു. ജന്മാവകാശ പൗരത്വം നിർത്തലാക്കുന്നതിനെതിരെയുള്ള കോടതിയുടെ താൽക്കാലിക വിധിയോട് എതിർപ്പ് പ്രകടിപ്പിച്ച ട്രംപ് പൗരത്വാവകാശം ഭരണഘടനാ ഭേദഗതിയിലൂടെ നിർത്തലാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പാരീസ് കാലാവസ്ഥാ ഉടമ്പടിയിൽ നിന്നും പിന്മാറിയ ട്രംപ് വിദേശ രാജ്യങ്ങൾക്കുള്ള സഹായങ്ങളും നിർത്തലാക്കി. രാജ്യത്തെ ഉൽപ്പന്നങ്ങൾ യുഎസിൽ നിർമ്മിക്കണമെന്നും അല്ലാത്തപക്ഷം ഉയർന്ന നികുതി നൽകേണ്ടി വരുമെന്നും ട്രംപ് വ്യവസായ ലോകത്തിനും മുന്നറിയിപ്പ് നൽകി. സ്വന്തം രാജ്യത്തെ മഹത്തരമാക്കാൻ ശ്രമിക്കുന്ന ട്രംപിന്റെ നടപടിക്കെതിരെ ശക്തമായ പ്രതിരോധം തീർത്ത് ചൈനയും മറ്റു ചില രാജ്യങ്ങളും. Those who wish to stop our cause have tried to take my freedom and indeed to take my life. Just a few months ago in a beautiful Pennsylvania field, an assassin's bullet ripped through my ear. But I felt then and believe even more so now that my life was saved for a reason. I was saved by God to make America great again. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണം കനത്ത പോരാട്ടത്തിലേക്ക് കടക്കുന്ന വേളയിൽ പെൻസിൽവാനിയ സംസ്ഥാനത്ത് വെച്ച് നടന്ന വധശ്രമത്തിൽ നിന്നും ഡൊണാൾഡ് ട്രംപ് കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. ഇതിനുശേഷം നടന്ന പ്രചാരണ റാലിയിൽ ട്രംപ് പറഞ്ഞത് തന്നെ ദൈവം രക്ഷിച്ചത് അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കാൻ വേണ്ടിയെന്നായിരുന്നു. തന്റെ അവതാര ലക്ഷ്യം വിളിച്ചു പറഞ്ഞ ട്രംപ് ദൈവനിയോഗത്തിലൂടെ അമേരിക്കയുടേതു മാത്രമല്ല ആഗോള രാഷ്ട്രീയത്തിലും നയങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണെന്ന് തെളിയിക്കുന്നതാണ് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഒരാഴ്ച പിന്നിടുമ്പോൾ ലോകം കാണുന്നത്. ട്രംപിന്റെ ഒന്നാം പ്രസിഡൻസിയേക്കാൾ വ്യത്യസ്തമായിരിക്കും രണ്ടാമത്തേത് എന്ന് വ്യക്തമാക്കുന്നതാണ് അദ്ദേഹം ഒപ്പിട്ട ഉത്തരവുകൾ. അമേരിക്കയെ രക്ഷിക്കാനെത്തിയ ട്രംപിന്റെ നീക്കങ്ങൾ മറ്റ് രാജ്യങ്ങൾക്കുള്ള ശിക്ഷയാകുന്നതിനെതിരെ ഉയരുന്ന പ്രതിഷേധം രാജ്യത്തിനുള്ളിൽ മാത്രമല്ല വിദേശങ്ങളിലുമുണ്ട്. അമേരിക്കയ്ക്ക് പുതിയൊരു സുവർണ കാലഘട്ടം വാഗ്ദാനം ചെയ്താണ് ട്രംപ് തന്റെ രണ്ടാം ഊഴത്തിന് തുടക്കമിട്ടത്. സ്ഥാനാരോഹണ പ്രസംഗത്തിലുടനീളം നിറഞ്ഞുനിന്നത് അമേരിക്കയുടെ മഹത്വം വീണ്ടെടുക്കുമെന്ന ആവർത്തിച്ചുള്ള പ്രഖ്യാപനങ്ങളായിരുന്നു. രാഷ്ട്രീയ എതിരാളികളെ സർക്കാർ ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടിയ അഴിമതി നിറഞ്ഞ സർക്കാരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നതെന്നും താനും അതിനിരയായിരുന്നുവെന്നും ട്രംപ് പറഞ്ഞു. ജനങ്ങളുടെ അധികാരവും സമ്പത്തും കവർന്ന അവരുടെ കാലം അവസാനിച്ചിരിക്കുന്നു. ജനുവരി 20 യുഎസിന്റെ വിമോചന ദിനമാണെന്ന് കൂടി പറഞ്ഞ് ട്രംപ് അനുയായികളെ ആവേശഭരിതരാക്കി. സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ അമേരിക്കയെ രക്ഷപ്പെടുത്തുന്ന 50-ലേറെ എക്സിക്യൂട്ടീവ് ഉത്തരവുകളിലാണ് ട്രംപ് ഒപ്പുവെച്ചത്. സെനറ്റിന്റെയും കോൺഗ്രസിന്റെയും അനുമതികൾ ആവശ്യമില്ലാത്തതാണ് പ്രസിഡന്റിന്റെ പ്രത്യേക അവകാശമായ എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ. അതിലേറ്റവും പ്രധാനമാണ് കുടിയേറ്റവുമായി ബന്ധപ്പെട്ട തീരുമാനം. അതിർത്തിയിൽ പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ, കുടിയേറ്റത്തിനുള്ള അപേക്ഷകൾ നിർത്തിവെച്ചത്, ജനനത്തിലൂടെ അമേരിക്കൻ പൌരത്വം നേടാനുള്ള വിദേശീയരുടെ അവകാശം പുനഃപരിശോധിക്കൽ എന്നിവ രാജ്യാന്തര ബന്ധങ്ങളെ ദോഷമായി ബാധിക്കും. പക്ഷേ ഈ തീരുമാനങ്ങൾ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ട്രംപിന് കയ്യടി നേടിക്കൊടുക്കുമെന്നതിൽ സംശയം വേണ്ട. അതേസമയം H-1B വിസയിൽ വിദേശികൾ എത്തുന്നതിൽ തനിക്ക് എതിർപ്പില്ലെന്നാണ് ട്രംപ് പറയുന്നത്. എഞ്ചിനീയർമാർ മാത്രമല്ല, എല്ലാ മേഖലകളിലും കഴിവുള്ളവർ രാജ്യത്തേക്ക് വരണമെന്നും എന്നാൽ യോഗ്യതകൾ ഇല്ലാത്തവരെ നിലനിർത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നും ട്രംപ് ഒരു വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. 1868 യുഎസ് ഭരണഘടനയുടെ 14ാം ഭേദഗതിയിലൂടെ ഉറപ്പാക്കിയിട്ടുള്ളതാണ് രാജ്യത്ത് ജനിക്കുന്നവർക്കുള്ള പൌരത്വം. രണ്ട് വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇതിനുള്ള അവകാശം രണ്ടാം വരവിൽ ട്രംപ് ഇല്ലാതെയാക്കുന്ന ഉത്തരവിലാണ് ഒപ്പുവെച്ചത്. നിയമവിരുദ്ധമായി യുഎസിലുള്ള മാതാവിനും
US പൌരത്വമോ റെസിഡൻസ് പെർമിറ്റോ ഇല്ലാത്ത പിതാവിനും ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക്, രണ്ടാമത്തേത് പഠനം, ടൂറിസം, തൊഴിൽ തുടങ്ങി താൽക്കാലിക ആവശ്യങ്ങൾക്കായി നിയമപരമായി യുഎസിലുള്ള മാതാവിനും US പൌരത്വമോ റെസിഡൻസ് പെർമിറ്റോ ഇല്ലാത്ത പിതാവിനും ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക്, വളച്ചുകെട്ടില്ലാതെ പറഞ്ഞാൽ കുടിയേറ്റക്കാർക്ക് ജനിക്കുന്ന കുട്ടികൾക്ക് ഇനി മുതൽ പൌരത്വമില്ലെന്ന് ചുരുക്കം. US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ കണക്കനുസരിച്ച് അനധികൃത കുടിയേറ്റക്കാർ 14 ദശലക്ഷം വരെ ഉണ്ടാകുമെന്നാണ്. അമേരിക്കയിൽ ജനിച്ച ഏതൊരാളും ജനന സമയത്ത് പൌരനായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ നിയമവിരുദ്ധമായി യുഎസിൽ കഴിയുന്നവരുടെ യുഎസിൽ ജനിച്ച കുട്ടികൾക്ക് പൌരത്വ വ്യവസ്ഥ ബാധകമാണോ എന്ന് സുപ്രീംകോടതി ഇതുവരെ വിധി പറഞ്ഞിട്ടില്ല. ട്രംപിന്റെ ഉത്തരവ് അമേരിക്കയിൽ പ്രതിവർഷം ജനിക്കുന്ന 180,000-ലധികം കുട്ടികൾക്ക് പൌരത്വത്തിനുള്ള അവകാശം നിഷേധിക്കുമെന്നാണ് മസാച്യുസെറ്റ്സ് അറ്റോർണി ജനറൽ ആൻഡ്രിയ ജോയ് കാമ്പെയിൽ പറഞ്ഞത്. ഉത്തരവ് ഫെബ്രുവരി 20-ന് പ്രാബല്യത്തിൽ വരും. യുഎസ് മണ്ണിൽ ജനിച്ച ആർക്കും സ്വയമേവ പൌരത്വം നൽകുന്നത് ഇല്ലാതാക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം യുഎസ് ഭരണഘടനാ ലംഘനമെന്ന് ആരോപിച്ച് ഡെമോക്രാറ്റിക്കായുള്ള 22 സംസ്ഥാനങ്ങളും പൌരാവകാശ സംഘടനകളും ചേർന്ന് കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. ഇതോടെ രണ്ടാം ട്രംപ് ഭരണത്തിലെ ആദ്യ പ്രധാന കോടതി പോരാട്ടത്തിന് തുടക്കവുമായി. ജന്മാവകാശ പൌരത്വത്തിനുള്ള അവകാശം വെട്ടിക്കുറയ്ക്കുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവ് നടപ്പിലാക്കാനുള്ള ട്രംപിന്റെ നീക്കത്തിന് താൽക്കാലികമായെങ്കിലും തിരിച്ചടി കിട്ടി. സിയാറ്റിലെ ഫെഡറൽ കോടതി 14 ദിവസത്തേക്ക് പ്രസിഡന്റിന്റെ ഉത്തരവ് തടഞ്ഞുകൊണ്ട് വിധി പുറപ്പെടുവിച്ചു. ട്രംപിന്റെ നീക്കത്തെ നഗ്നമായ ഭരണഘടനാ ലംഘനമെന്നാണ് ജഡ്ജി ജോൺ കോഗ്നോർ വിശേഷിപ്പിച്ചത്. കോടതിയുടെ ഉത്തരവിനെതിരെ അപ്പീൽ നൽകുമെന്ന് ട്രംപ് പറഞ്ഞു. അതേസമയം ജന്മാവകാശ പൌരത്വം നിർത്തലാക്കുന്നതിനെതിരെ നടക്കുന്ന നിയമയുദ്ധത്തെ പ്രതിരോധിക്കാൻ ട്രംപ് ഭരണകൂടം ശക്തമായ തയ്യാറെടുപ്പുകൾ തുടങ്ങി. ഭരണഘടനാ ഭേദഗതി യാഥാർത്ഥ്യമാകണമെങ്കിൽ ജനപ്രതിനിധി സഭയിലും സെനറ്റിലും 3/2 ഭൂരിപക്ഷത്തോടെ നിയമം പാസാകണം. ഒപ്പം 4/3 സംസ്ഥാനങ്ങളുടെ അംഗീകാരവും വേണം. ഉത്തരവിറങ്ങിയ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ 1300-ലേറെ അനധികൃത കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്ത് സൈനിക വിമാനത്തിൽ കയറ്റി നാടുകടത്തി. ഇതിൽ ഭൂരിഭാഗവും ക്രിമിനലുകളും ഭീകരവാദ ബന്ധമുള്ളവരുമാണെന്നും വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കാരലൈൻ ലെവിറ്റ് പറഞ്ഞു. യുഎസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തൽ പ്രക്രിയ പുരോഗമിക്കുന്നുവെന്നും ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കപ്പെടുന്നതായും അവർ വ്യക്തമാക്കി. രാജ്യത്തെ പണപ്പെരുപ്പം കുറയ്ക്കാനും എണ്ണ വാതക ഉൽപാദനത്തിൽ യുഎസിനെ സ്വയം പര്യാപ്തമാക്കാനും ദേശീയ ഊർജ്ജ അടിയന്തരാവസ്ഥയും ട്രംപ് പ്രഖ്യാപിച്ചു. പരിസ്ഥിതിയുടെ പേരിൽ അനാവശ്യ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുമെന്നും തൊഴിൽ നഷ്ടത്തിലേക്ക് നയിക്കുമെന്ന അഭിപ്രായക്കാരനാണ് അദ്ദേഹം. എണ്ണ, പ്രകൃതിവാതക ഉൽപാദനം പരമാവധിയാക്കുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഉത്തരവിലൂടെ കാലാവസ്ഥാ പ്രശ്നങ്ങൾ പ്രകടമാക്കിയിട്ടുള്ള അലാസ്കയിലും മറ്റും വൻതോതിൽ എണ്ണ ഖനനത്തിന് വഴി തുറക്കും. സത്യപ്രതിജ്ഞാ പ്രസംഗത്തിൽ ട്രംപ് ഇതിനെ വിശേഷിപ്പിച്ചത് ഡ്രിൽ ബേബി ഡ്രിൽ എന്നായിരുന്നു. പരിസ്ഥിതിവാദം അധികം വേണ്ട എന്ന നിർദ്ദേശത്തോടെ വടക്കൻ കാലിഫോർണിയയിലെ നദികളിൽ നിന്ന് തെക്കൻ കാലിഫോർണിയയിലേക്ക് വെള്ളം എത്തിക്കാനും നടപടി തുടക്കമാകും. പാരീസ് കാലാവസ്ഥാ ഉടമ്പടിയിൽ നിന്നും പിന്മാറുന്ന ഉത്തരവിലും ട്രംപ് ഒപ്പുവെച്ചതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നത്. അമേരിക്കയുടെ പിന്മാറ്റത്തെ ഐക്യരാഷ്ട്രസഭയും അപലപിച്ചു. ഉടമ്പടി യുഎസിന്റെ വ്യവസായ മേഖലയെ അട്ടിമറിക്കുന്നതാണെന്നും കാലാവസ്ഥയ്ക്ക് ഹാനികരമാകുന്ന നടപടികൾ ചൈന നിർബാധം തുടരുന്നുവെന്നാണ് ട്രംപിന്റെ പ്രധാന ആക്ഷേപം. ആദ്യ തവണ പ്രസിഡന്റായപ്പോഴും ഉടമ്പടിയിൽ നിന്നും ട്രംപ് പിന്മാറിയിരുന്നു. ജോ ബൈഡൻ സ്ഥാനമേറ്റ ആദ്യ ദിവസം തന്നെ ഉടമ്പടിയിൽ വീണ്ടും അംഗമായി. കാലാവസ്ഥാ കരാറുകളിൽ നിന്നും ലോകാരോഗ്യ സംഘടനകളിൽ നിന്നുമെല്ലാം പിന്മാറുന്നത് അമേരിക്കയുടെ നയതന്ത്രപരമായ ഒറ്റപ്പെടലിന് വഴിവെച്ചേക്കുമെന്ന് വിദഗ്ധർ പറയുന്നു. ട്രാൻസ്ജെൻഡേഴ്സിനെ പൂർണ്ണമായും തള്ളുന്നതാണ് മറ്റൊരു പ്രധാന പ്രഖ്യാപനം. യുഎസ് ഔദ്യോഗിക രേഖകളിൽ ഇനി സെക്സ് മാത്രം, ജെൻഡർ കോളം ഉണ്ടാകില്ല. സ്ത്രീയെ സ്ത്രീയും പുരുഷനെ പുരുഷനായും നിയമം അംഗീകരിക്കുമ്പോൾ മറ്റൊരു ഗണം ഉണ്ടാകില്ല. എന്റെ തീരുമാനം സ്ത്രീകളുടെ അവകാശം സംരക്ഷിക്കുന്ന നടപടിയെന്നാണ് ട്രംപ് പറയുന്നത്. ഇതിനെതിരെ വിമർശനവുമായി മനുഷ്യാവകാശ സംഘടനകളടക്കം രംഗത്തെത്തിയിട്ടുണ്ട്. കുടിയേറ്റക്കാരോടും ട്രാൻസ്ജെൻഡേഴ്സിനോടും കരുണ കാട്ടണമെന്ന് പറഞ്ഞ വാഷിംഗ്ടൺ നാഷണൽ കത്തീഡ്രലിലെ വനിതാ ബിഷപ്പ് മരിയൻ എഡ്ഗർ വുഡയെ പ്രസിഡന്റ് ട്രംപ് രൂക്ഷമായി വിമർശിച്ചു. അവരെ തീവ്ര ഇടതുപക്ഷ ഹാർഡ് ലൈൻ ട്രംപ് വിദ്വേഷി എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്.
അഭിപ്രായ സ്വാതന്ത്ര്യം തിരികെ കൊണ്ടുവരാനുള്ള നടപടികളും തന്റെ സർക്കാർ കൈക്കൊള്ളുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം സ്വതന്ത്രമായി അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ മുൻ സർക്കാർ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു എന്നാണ് ട്രംപിന്റെ വാദം. ക്യൂബയെ ഭീകര രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ നിന്നൊഴിവാക്കിയ ബൈഡൻ ഭരണകൂടത്തിന്റെ നടപടി റദ്ദാക്കിയതാണ് ട്രംപ് ആദ്യ ദിവസം കൈക്കൊണ്ട മറ്റൊരു ഉത്തരവ്. വത്തിക്കാന്റെ കൂടി ഇടപെടലിന്റെ ഭാഗമായി ജോ ബൈഡൻ ഭരണകാലം അവസാനിക്കാറായപ്പോഴാണ് ക്യൂബയെ ഭീകര രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയത്. ട്രംപിന്റെ പുതിയ നടപടി സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന ക്യൂബയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകും. കടുത്ത ദേശീയവാദത്തിലും യാഥാസ്ഥിതികത്വത്തിലും ഊന്നിയാണ് ട്രംപിന്റെ രാഷ്ട്രീയമെന്നതിന് തെളിവാണ് പ്രസിഡന്റായ ശേഷം അദ്ദേഹം നടത്തിയ പ്രഖ്യാപനങ്ങൾ. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കയ്യൊപ്പ് വീണ പല എക്സിക്യൂട്ടീവ് ഉത്തരവുകളും അമേരിക്കയെ മഹത്തരമാക്കുന്നതോടൊപ്പം കടുത്ത ആശങ്കയിലേക്കും വാതിൽ തുറക്കുന്നതാണ്.